നിങ്ങൾ കോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ബീപ്പ് സൗണ്ടും അതുപോലെ തന്നെ അനൗൺസ്മെന്റ് ഒക്കെ കേൾക്കാറുണ്ടോ? അതായത് യുവർ കോൾ ഹാസ് ബീൻ റെക്കോർഡഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ഇനി നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത് അനൗൺസ്മെന്റ് ഇല്ലാതെയും അതുപോലെ തന്നെ ബീപ്പ് സൗണ്ട് ഇല്ലാതെയും അങ്ങേ തലക്കുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത രൂപത്തിൽ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഇതെങ്ങനെയെന്നല്ലേ? എല്ലാ മൊബൈലിലും ഈ കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് നമുക്ക് ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഒരു QR കോഡ് കൊടുത്തിട്ടുണ്ടാകും. അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് സ്കാൻ ചെയ്താൽ മതി, ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ എന്ന് എഴുതിയിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ കാണാം. ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ലഭിക്കും. അതിലൂടെ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക. എന്നിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയായിരിക്കും കാണിക്കുക. ഇവിടെ ഏറ്റവും മുകളിൽ പ്രിഫേർഡ് എഞ്ചിൻ എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ സാംസങ് എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ സാംസങ് മൊബൈലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ മൊബൈൽ ഏതാണ് ആ മൊബൈലിൻ്റെ പേരായിരിക്കും ഏറ്റവും മുകളിൽ ഇവിടെ കാണിക്കുക. ഇനി ഇതേ ഓപ്ഷൻ നമുക്ക് മൊബൈലിൻ്റെ സെറ്റിംഗ്സിലൂടെയും എടുക്കാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് വരെയാണ്, എന്നിട്ട് ഇവിടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാണ്. ഇവിടെ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പ്രിഫേർഡ് എഞ്ചിൻ എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ സെർച്ച് കൊടുക്കുക. അപ്പോൾ ഏറ്റവും മുകളിൽ ആ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നേരത്തെ ഞാൻ കാണിച്ച അതേ ഓപ്ഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഓക്കെ, എന്നിട്ട് ആ ഒരു പ്രിഫേർഡ് എഞ്ചിൻ എന്ന് എഴുതിയ ആ ഒരു എഴുത്തിൽ നിങ്ങളൊന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ ഏറ്റവും മുകളിൽ നിങ്ങളുടെ മൊബൈലിൻ്റെ പേരുള്ള ആ ഭാഗത്തായിരിക്കും ഉണ്ടാകുക. അതിൽ നിന്ന് മാറ്റിയിട്ട് ഇവിടെ താഴെ TTLEXS എന്ന ഈ ഒരു ഭാഗം കാണാൻ സാധിക്കും. അതിലേക്ക് മാറ്റി കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം ഇവിടെ അത് സെലക്റ്റഡ് ആയിട്ടുണ്ടാകും. ഇനി കുറച്ച് ബാക്ക് വരാം. അതിനുശേഷം ഇവിടെ സ്പീച്ച് റേറ്റ് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും. അത് ഏറ്റവും ലാസ്റ്റിലേക്ക് മാറ്റി കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇവിടെ പിച്ച് എന്ന ഭാഗവും ഏറ്റവും ലാസ്റ്റിലേക്ക് മാറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്ക് വന്നിട്ട് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നമ്മൾ സാധാരണ കോൾ ചെയ്യുന്ന ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ, കോൾ ചെയ്യുന്ന ഈ ഒരു ഐക്കൺ, അവിടെ നിങ്ങൾ ലോങ് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഐ ബട്ടൺ കാണാൻ സാധിക്കും. ആപ്പ് ഇൻഫോയുടെ ഐ ബട്ടൺ, അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏറ്റവും താഴെ കാണുന്ന ഫോർ സ്റ്റോപ്പ് എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സ്റ്റോറേജ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ക്ലിയർ കേജ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ആ കേജ് ക്ലിയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ക്ലിയർ ഡാറ്റ എന്ന ഭാഗം കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഡാറ്റയും കൂടി ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ ചെയ്യുന്ന കോളുകൾ, ഇനി കോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും തന്നെ ബീപ്പ് സൗണ്ടോ അല്ലെങ്കിൽ അനൗൺസ്മെൻറ്റോ വരികയില്ല. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.